എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഭോഗവും സംതൃപ്തിയും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലൈംഗിക തകരാർ മൂലം അസംതൃപ്തരായി ജീവിതം നയിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. ലൈംഗിക തൃപ്തി എന്നാൽ എന്താണ്? ലൈംഗിക വീഴ്ചയിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ശാരീരികമായും മാനസികമായും സംതൃപ്തി ലഭിക്കാത്ത അവസ്ഥയെയാണ് ഇങ്ങനെ പറയുന്നത്. ഇക്കാര്യത്തിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ആദ്യം പുരുഷന്റെ കാര്യം നോക്കാം. ലൈംഗിക ബന്ധം സംതൃപ്തവും അനുഭൂതിദായകവുമാകണമെങ്കിൽ പുരുഷന് ശരിയായ ലിംഗോധാരണം ഉണ്ടാകാം. ഉദ്ധരിച്ചാൽ മാത്രം പോരാ, ആവശ്യമുള്ള സമയം ഉദ്ധരിച്ചു നിൽക്കുകയും വേണം. എന്നാൽ ചില പുരുഷന്മാർക്ക് ഉദ്ധാരണ വൈകല്യം ഉണ്ടാകാറുണ്ട്. ഇത് ശാരീരിക ബന്ധത്തിൽ രണ്ടു പേർക്ക് അസംതൃപ്തി ഉണ്ടാക്കും. ലൈംഗിക ബന്ധം ദുഷ്കരമാക്കും വിധം പുരുഷ ജനനേന്ദ്രിയത്തിന് സംഭവിക്കുന്ന തളർച്ചയാണ് ഇതിന് കാരണം. ഇമ്പോർട്ടൻസി എന്താണ് ഇതിനെ പറയുന്നത്? മാനസികവും ശാരീരികവുമാകാം ഇതിന് കാരണം. മാനസികം തന്നെയാണ് പലരെ സംബന്ധിച്ചും പ്രശ്നം സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴേ ഡോക്ടറെ കാണേണ്ടതാണ്. പുരുഷന്മാർക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്: ശീഘ്രസ്ഖലനം. പങ്കാളിക്ക് ലൈംഗിക ഉത്തേജനം ലഭിക്കും മുൻപ് ഭർത്താവിന് സ്ഖലനം സംഭവിക്കുന്നതാണ് പ്രശ്നമാകുന്നത്. ഇത് ഭാര്യയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കും. ഇതിന് പല കാരണങ്ങളും ഉണ്ടാകാം. അടിസ്ഥാന കാരണം മാനസികമാണ്. കാരണം ആദിയും ഉത്കണ്ഠയും ഭയവും കൊണ്ടായിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നത്. അപൂർവം കേസുകളിൽ മാത്രമാണ് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കുന്നത്. ശീഘ്രസ്ഖലനം ഒഴിവാക്കാൻ അവിഹിത ബന്ധം, സ്വയംഭോഗം എന്നിവ ഉപേക്ഷിക്കുക. വിവാഹപൂർവ്വരതി ഒഴിവാക്കുക. തെറ്റിദ്ധാരണകളും കുറ്റബോധവും ഒഴിവാക്കുക. ഇതൊന്നുമില്ലാതിരുന്നിട്ടും ശീഘ്രസ്ഖലനം സംഭവിക്കുന്നു എങ്കിൽ ഡോക്ടറെ കാണുക. സ്ത്രീകളിൽ കാണുന്ന ലൈംഗിക തകരാറുകളിൽ പ്രധാനം ലൈംഗിക മരവിപ്പാണ്. ലൈംഗിക ബന്ധത്തോടുള്ള വിരക്തിയാണ് പ്രധാന ലക്ഷണം. ലൈംഗികമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇവർക്ക് വൈകാരികമായി യാതൊരു പ്രതികരണവും ഉണ്ടാകില്ല. യാന്ത്രികമായി എന്തെങ്കിലുമൊക്കെ അനുവദിച്ചു കൊടുക്കുക എന്നത് മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. ഇതിന് കാരണങ്ങൾ പലതാണ്. സെക്സ് പാപമാണെന്നും മ്ലേച്ഛമാണെന്നും മറ്റും കേട്ടു വളരുക. പുരുഷന്മാരുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാകുക. അമിത സൗന്ദര്യബോധം, പുരുഷന് കീഴടങ്ങാനുള്ള ബുദ്ധിമുട്ട്, മറ്റ് മാനസിക അസ്വസ്ഥതകൾ, ലെസ്ബിയനിസം അഥവാ സ്ത്രീകളിലെ സുവർഗരതി എന്നിവയാണ് മാനസിക പ്രശ്നങ്ങൾ. ജനനേന്ദ്രിയങ്ങൾ, സുഷുമ്ന മസ്തിഷ്കം, അന്തസ്രാവ ഗ്രന്ഥി എന്നിവയിലുണ്ടാക്കുന്ന ക്രമക്കേടുകൾ ലൈംഗിക മരവിപ്പിന് കാരണമാകുന്നുണ്ട്. യോനിക്ക് ചുറ്റുമുള്ള പേശികളുടെ അസാധാരണമായ ദൃഢതയും സങ്കോചവുമാണ് ശാരീരികമായ ഒരു രോഗം. ഇത്തരം സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധം വേദനാജനകമായിരിക്കും. പങ്കാളിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും. സ്ത്രീകളിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിൽ അവരുടെ ഉപബോധ മനസ്സിന്റെ നിരോധനം മൂലമുണ്ടാകുന്ന മാനസിക തന്ത്രങ്ങളുമായിരിക്കും. ഇത്തരം പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം തേടുകയാണ് നല്ലത്. ഇരു കൂട്ടരുടെയും തുറന്ന സമീപനം ഉണ്ടെങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകൂ. ദാമ്പത്യത്തിലെ ലൈംഗിക തകരാറുകൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാനമായും ലൈംഗിക വിജ്ഞാനം ശാസ്ത്രീയമായി മനസ്സിലാക്കുക. ലൈംഗിക ബന്ധത്തിന്റെ സ്വാഭാവിക പ്രക്രിയകളെപ്പറ്റി സ്ത്രീയും പുരുഷനും മനസ്സിലാക്കുക. ഇണയുടെ ലൈംഗിക ബലഹീനതകളും തകരാറുകളും മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുക. ശരിയായ ലൈംഗിക ആസ്വാദനത്തിന് ഭാര്യാഭർത്താക്കന്മാർ ഇണയുമായി മാനസികമായ അടുപ്പം സൂക്ഷിക്കുക. ശാരീരിക ലാളനകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിലൂടെ ഉത്തേജനം ഉണ്ടാക്കുകയും ചെയ്യുക. വെറുതെ സ്വപ്നം കാണരുത്. സ്വപ്നമല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക. വികാരങ്ങൾ പരസ്പരം മാനിക്കുകയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുകയും ചെയ്യുക. ഇരുകൂട്ടരും തുറന്ന സമീപനം സ്വീകരിക്കുക. പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുക. ഇണയെ നിരുത്സാഹപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. കുറവുകൾ അറിഞ്ഞു പ്രവർത്തിക്കുക. ഇനി ഡോക്ടറെ കാണേണ്ടി വന്നാൽ കാണുക. ഇതിനായി ഒരിക്കലും നാണക്കേട് വിചാരിക്കരുത്.